ഓയൂർ നിവാസികളുടെ ദീർഘനാളത്തെ ഒരാഗ്രഹമാണ് ഒരു ഫയർ സ്റ്റേഷൻ വേണം എന്നുള്ളത്. നിരവധി നിവേദനങ്ങൾ അവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി ഫയർ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചിട്ടേയില്ല. ഈ വിഷയമാണ് ഞാനിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഫയലിൽ ഉറങ്ങുന്ന വെളുന്നല്ലൂരിലെ ഫയർ സ്റ്റേഷൻ നിർമ്മാണം അടിയന്തരമായിട്ട് ആരംഭിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. നിരവധി അഭിപ്രായങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ശരിയല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിക്കണ്ടേ? അതെ. 2010 നമ്മൾ ഇവിടെ പഞ്ചായത്ത് മെമ്പറുടെയും കാളവയൽ വാർഡ് മെമ്പർ ശ്രീ തങ്കപ്പൻ അവരുടെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്നും സാമ്പത്തികം കണ്ടെത്തി 50 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 14 വർഷം പൂർത്തീകരിച്ച് 15ാമത്തെ വർഷമാണ്. നാളിതുവരെയും ഈ പദ്ധതി പല പ്രാവശ്യം നടക്കും എന്ന് ഗവൺമെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും നല്ല വാക്കുകൾ വിശ്വസിച്ച് ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. നാളിതുവരെയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വെളുന്നള്ളൂർ ഗ്രാമപഞ്ചായത്തിലെയും പുയ്യപ്പള്ളി പഞ്ചായത്തിലെയും ഈ വാങ്ങിയ സ്ഥലത്ത് വേസ്റ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ജനങ്ങൾക്കും അവിടുത്തെ പരിസരവാസികൾക്കും ഈ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തെങ്കിലും ഇതൊന്ന് പൂർത്തീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. 2010 പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അനുവദിക്കുന്നതിന് തടസ്സമായതിൻ്റെ പേരിൽ 2018 നമ്മുടെ കേരള ഗവർണറുടെ പേരിലേക്ക് പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അത് 2024 പ്ലാൻ ഫണ്ടിൽ 3 കോടി 3.47 കോടി രൂപ ആഭ്യന്തര വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും AS ലഭിച്ചിട്ടുണ്ട്. അത് TS വേണ്ടി സർക്കാർ അനുമതിക്കായിട്ട് എറണാകുളത്തേക്ക് പേപ്പർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. അത് ഈ വർഷം തന്നെ പൂർത്തീകരിക്കുമെന്ന് ഉള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാർക്കും നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് വെളുന്നള്ളൂർ, വെളിയം, ഇളമാട്, പള്ളിക്കൽ, വെളുന്നള്ളൂർ ഈ പഞ്ചായത്തിലെ ജനവാസം സുരക്ഷിതമായ ജനവാസം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ഫയർഫോഴ്സ് എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് റെസിഡൻസ് അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നത്. കൂടാതെ നമ്മുടെ ഈ വെളുന്നള്ളൂർ ആറ്റിലെ ഒരുപാട് ജീവിതങ്ങൾ അസ്തമിച്ചിട്ടുണ്ട്. കുട്ടികളായിട്ടുള്ള ആൾക്കാർ ഒക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇല്ലാതെ പോവുകയും അവർ മരണത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഫയർ സ്റ്റേഷൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കുണ്ടറയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും പുനലൂരിൽ നിന്നുമൊക്കെ എത്തിച്ചേരുമ്പോഴത്തേക്ക് ദീർഘമായ സമയം എടുക്കുന്നതിൻ്റെ പേരിൽ ഈ ഫയർ സ്റ്റേഷൻ ഈ അത്യാഹിതത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമില്ലാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ ഫയർ സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് മഹാത്മാഗാന്ധി റെസിഡൻസിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുതന്നെയാണ് ഫയർ സ്റ്റേഷൻ്റെ നിർമ്മാണം അടിയന്തരമായിട്ട് ആരംഭിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ വലിയൊരു ആവശ്യം. ശരിയല്ലേ? ഇത്ര നാളായിട്ടുള്ള ആവശ്യമാണ്. അത് ഞങ്ങൾ 2005 പുതിയ കമ്മിറ്റി വരുമ്പോൾ ഒരു ഷെഡുണ്ടായിരുന്നു. നാട്ടുകാർ പൈസ തിരിച്ചൊരു ഷെഡുണ്ടായിരുന്നു. അതിന് ശേഷമാണ് 5 വാർഡിലെ ഞങ്ങൾ മെമ്പർമാരും പൊതുജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾപ്പെടെയാണ് ഞങ്ങൾ ഇതിനെ എടുത്തത്. 2005 തുടങ്ങി ഞങ്ങൾ 4-5 വാർഡിലെ ഓയൂർ, കാളവയൽ, ഉഗ്രകുന്ന്, മീയന വാർഡുകളുടെ മെമ്പർമാരാണ് ഇതിന് അവസാനം ഈ ഘട്ടത്തിൽ എടുത്തതും. ആ വസ്തു 50 സെൻറ്റ് നിലം 3000 രൂപ വെച്ച് എഗ്രിമെൻ്റ് ചെയ്തു. പ്രമാണം എഴുതാൻ സമയത്താണ് അറിയുന്നത് അത് കരയാണെന്നുള്ളത്. അങ്ങനെ ആ വസ്തു പ്രമാണം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് നിർമ്മാണങ്ങളൊന്നും നടന്നിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതുമാണോ? ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള എന്ത് പ്രശ്നമായാലും നമുക്കത് അറിയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ ഊഹിക്കാമെങ്കിലും അങ്ങനെ ആകണമെന്നില്ലല്ലോ. എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൊരുത്തക്കേടുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഏണ്ടൊരു 2005 തങ്കപ്പെണ്ണൻ്റെ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തുടങ്ങി 2009
വളരെ പാടുപെട്ട് ജനങ്ങളുടെ എല്ലാം കൂടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഞാനും 1,500 രൂപ കൊടുത്തത്. അന്നത്തെ 1000 രൂപ 2009, ഇന്നത്തെ ഒരു 10,000 രൂപയായിട്ട് കൂട്ടാതെ. അപ്പോൾ ആ രീതിയിൽ സഹായിച്ച് ഇതിന് വേണ്ടുന്ന എല്ലാ ജനപ്രതിനിധികളും ഇവിടെ മെയിനായിട്ട് 3-4 വ്യക്തികളാണ് എൻ്റെ അടുത്ത് പറയുന്നത്. തങ്കപ്പേണ്ണനെ, ഈ MM സലീമെ, ഒരു KPSC രാമചന്ദ്രൻ നായരെന്ന് പറയുന്ന ഒരു പുള്ളി കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു അന്ന് അദ്ദേഹം, അതുപോലെ വിജയൻ ഡോക്ടർ, KP രാമേന്ദ്രൻ നായർ, അങ്ങനെ തുടങ്ങി പല വ്യക്തികളും. പിന്നെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ നിസീമമായ സഹകരണം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 10,000 രൂപ അന്ന് പിരിവെടുത്ത്, ഞങ്ങളന്ന് ഇത്രയൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾ പലരുടെ ആയിട്ട് ഞങ്ങൾ അംഗങ്ങൾ 10,000 രൂപ കൊടുക്കുകയും ഇതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടുകളും ചെയ്യാമെന്ന് ഞങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷിക്കുമ്പോഴൊക്കെ പറയും കൂടെ മുഖ്യമന്ത്രിയുടെ കടയ്ക്കൽ ഒരു പ്രോഗ്രാം ഉണ്ടായി ജനസമ്പർക്ക പരിപാടിയിൽ. അത് ഞങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഇവിടെ ഓടിയെത്തി അവിടെ ചെന്ന് ഞങ്ങൾ ഇതിന് നിവേദനം കൊടുത്തതിന് മറുപടി വന്നു കഴിഞ്ഞു, വരും ഉടൻ എന്നൊക്കെ. ഇത് എല്ലാവരോടും പറയുന്നവർ അവിടെ വരെ വന്നിട്ടുണ്ട്, പൈസ അനുവദിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും എന്ന് കേൾക്കാനും തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നടക്കുമെന്നുള്ള കാര്യം വളരെ സംശയത്തിലാണ് ഞങ്ങൾ. കാരണം ഇത് ഈ പറയുന്ന സ്ഥലം ഇനിയും അത് എല്ലാ രീതിയിലും പണിയെ ചിലവാക്കി എടുക്കണമെങ്കിൽ ഈ പറയുന്ന കോടികൾ നിൽക്കത്തില്ല. കാരണം അത് ചതുപ്പ് പ്രദേശമാണ്. അതിൻ്റെ 4 വശവും കോൺക്രീറ്റ് ഭിത്തി കെട്ടിയിട്ട് മണ്ണെടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൽ ഫില്ലിങ് നടത്തി അടിക്കുന്ന ഫില്ലർ കയറി വന്നാണ് ചെയ്യേണ്ടത്. അതിന് ഏകദേശം ഒരു പിന്നെ ഫയർ സ്റ്റേഷൻ്റെ സൗകര്യങ്ങൾ അറിയാമല്ലോ. അതിന് വാഹനങ്ങൾ വേണം, അതിൻ്റെ ഫയർ സംബന്ധമായിട്ടുള്ള മറ്റുള്ള സാമഗ്രികളെല്ലാം വേണം. അതിനൊക്കെ എല്ലാം കൂടെ ഒരു 5 കോടി രൂപയെങ്കിലും ഇല്ലാതെ ഒരു കാരണവശാലും അത് മുന്നോട്ട് പോകണമെന്നില്ല. ആ സ്ഥലം ചെന്ന് കണ്ടാൽ എന്ത് കാരണമാണ് പൊതുജനങ്ങൾക്ക് മൊത്തം ശല്യമായിട്ട് ഏതാണ്ട് 2-3 പഞ്ചായത്തിലെ വേസ്റ്റ് ദൂരപ്രദേശങ്ങളിലുള്ള വേസ്റ്റ് ഇടാൻ ഇപ്പം സ്ഥലമില്ലാതെ സമയങ്ങളിൽ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേറെ സൗകര്യമൊന്നുമില്ല കണ്ടുപിടിക്കാമെന്നും. പിന്നെ ഈ നാട്ടിലുള്ള മൊത്തം പട്ടികളും അവിടെയാണ്. പട്ടികളെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. അതുപോലെ ഇവിടെ എല്ലാ ഹോട്ടലുകളിലെയും അറവുശാലകളിലെയും വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കുകയാണ്. ഞാൻ രാവിലെ ഈ പ്രഭാത സവാരിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിത് കാണുന്നതാണ്, സഹിക്കുകയാണ് ആളുകൾ. ഏത് തെരുവുനായ ശല്യമേ ഉള്ള അവിടെ ഒരു 10-20 പട്ടി ഏത് സമയവും കാണും ആ സ്ഥലത്ത്. അവിടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തലേന്ന് മറിക്കും ഹോട്ടലുകാർ മൊത്തം, ഇവിടങ്ങളിലുള്ളവരും പുറത്തുനിന്നുള്ളവരും. കാരണം ഒരു തടസ്സമില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഏതാണ്ട് ഒരു 100 മീറ്റർ സമയത്തിൽ വീടുകളില്ല, ആൾക്കാർ സഞ്ചാരവും കുറവാണ്. അപ്പോൾ ആ സ്ഥലം ഇതിന് ഉപയോഗിക്കാൻ നല്ല സ്ഥലമായതുകൊണ്ട് അങ്ങനെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് ആകെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം, ഒന്ന് കുറേ പട്ടികളെ വളരുന്നുണ്ട്, രണ്ടാമത്തെ കാര്യം വേസ്റ്റ് മാറിഞ്ഞ് ഞാനില്ലേ പണ്ട് വിളപ്പിശാലയുടെ കാര്യം പറഞ്ഞാൽ അതിനും ആ സ്ഥലം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ 2 കാര്യമുണ്ട്. പിന്നെ പരിസരത്തുള്ളവർക്ക് ഉരകങ്ങളുടെ ശല്യം കാരണം നിവർത്തിയില്ല. ആരോ മെനഞ്ഞാന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന്, പാമ്പുകൾ അവരുടെ വീട്ടിൽ ചെന്ന് കയറുന്നു. സത്യമാണ്, അവിടെ പോയി കണ്ടാൽ അറിയാം, അത്ര ദാരുണമാണ്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളൊക്കെ മണ്ണടിയുന്നതിന് മുമ്പ് ഇതൊന്ന് പ്രാവർത്തികമായി കിട്ടിയാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിന് പിന്നെ ഇവിടെ പല MLA-മാർ 3-4 മാറി വന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി വന്നു, ഭരണങ്ങളും മാറി വന്നു. പക്ഷേ ഇതുവരെ ഈ ഫയർ സ്റ്റേഷൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ മണ്ഡലത്തിലെ പ്രധാനം ചെയ്യുന്നത് മന്ത്രി കൂടിയാണ് അല്ലേ? അത്തരത്തിലുള്ളൊരു നിങ്ങൾ നീക്കങ്ങൾ നടത്തുന്നു. മന്ത്രിയുടെ ഇതിൽ പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ഒരു ശാശ്വത പരിഹാരം തന്നിട്ട്. അത് ഓയൂർ ടൗണിൻ്റെ വികസനത്തിന് ഈ രാഷ്ട്രീയക്കാരെല്ലാം വിമുഖത കാണിക്കുന്ന ഒരു ഇതാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ടും ഈ ഓയൂർ ടൗൺ മാത്രമേ വികസിക്കാതിരിക്കുന്നുള്ളൂ. അത് ഒരു വലിയ പിന്നെ എന്തൊക്കെയോ രാഷ്ട്രീയ നിഗൂഢതകൾ അതിലുണ്ടെന്നാണ് ഞങ്ങൾ അതിൽ അനുമാനിക്കുന്നത്. ഞങ്ങളുടെ മുൻകാല പ്രവർത്തകരായിരുന്ന KP രാമചന്ദ്രൻ നായർ, പിന്നെ ഡോക്ടർ R വിജയൻ, ഇവരൊക്കെ നമുക്കുള്ള ഈ ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാമ്പത്തികവും സമയവും ഒരുപാട് ഉപയോഗിച്ചവരാണ്. അവരെല്ലാം മൺമറഞ്ഞു പോയി. അവരുടെയൊക്കെ പ്രചോദനത്താലാണ് ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് അവരെയൊക്കെ ഇതിനു വേണ്ടി മുൻതൂക്കം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇതൊന്ന് പ്രാവർത്തികമാക്കി കാണുവാൻ ഞങ്ങളുടെയെങ്കിലും കാലത്ത് നടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനി അടുത്ത യുവതലമുറയിലേക്ക് നീക്കം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിൽ അർപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ കർത്തവ്യബോധത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന തലമുറയിലേക്ക് നിന്ന് ഞങ്ങൾ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടായി കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ശരിക്കും അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണോ ഇങ്ങനെ? അധികൃതരുടെ അനാസ്ഥ എന്ന് പറയുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയമായൊരു ഇച്ഛാശക്തി കുറവുണ്ട്. കാരണം നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു ഇച്ഛാശക്തി വഴി പ്രവർത്തിച്ചിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഫയർ സ്റ്റേഷൻ കൃത്യമായി നമുക്ക് നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളായാലും പൊതു സംഘടനകളായാലും അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ
ഈ ഫയർ സ്റ്റേഷൻ വരണം എന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഭിന്നതയില്ല. ജനങ്ങളെല്ലാം ഇതിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫയർ സ്റ്റേഷൻ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലം മാത്രം ഉയർന്നു വരുന്നൊരു സംഭവമായി ഓയൂർ ഫയർ സ്റ്റേഷൻ മാറിയിരിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേനും ഒരു തട്ടിക്കൂട്ടൽ പരിപാടികൾ ഇപ്പോൾ തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നു, വാടക കെട്ടിടത്തിൽ താൽക്കാലികമായി തുടങ്ങാമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അതവിടെ താത്തു വയ്ക്കും. പക്ഷേ അങ്ങനെ ഒരു ഇച്ഛാശക്തിയോട് നടപ്പിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്. അതിനുവേണ്ടി ജനങ്ങളായാലും റെസിഡൻസ് അസോസിയേഷനും ഗവൺമെൻറ്റിനൊപ്പം സർക്കാരിനൊപ്പം ഇതിന് കൂടെ നിൽക്കുന്നതായിരിക്കും. ആ ഇച്ഛാശക്തി നടപ്പിലാക്കുകയാണ് ഇവിടെ വേണ്ടത്. ശരിയാണോ? ഈ ഇലക്ഷനാകുമ്പോൾ മാത്രമാണോ ഇങ്ങനെ? അതെ. ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് എന്ത് കാര്യങ്ങളും ഈ ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് അത് തട്ടിപ്പൊക്കി കൊണ്ടുവന്ന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രവണതയാണ്. ഇത് മാത്രമല്ല, ഞങ്ങൾക്കുള്ള കമ്പർട്ടേഷൻ തന്നെ ഇതേപോലെയാണ്. എല്ലാ വർഷവും ഞങ്ങൾ പഞ്ചായത്തിന് നിവേദനം പെടുന്നതാണ് ടൗണുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ തന്നെ ഈ വിളനെല്ലൂർ 6, അതായത് ഇത്തിക്കര 6 നമ്മളെ ഈ പഞ്ചായത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് തന്നെ എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്യാവശ്യമാണ് നമുക്ക്. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഈ വെക്കേഷൻ സമയത്ത് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ. കാരണം അത് ഇതിൻ്റെ ഒരു അപാകത കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ അനുവദിച്ചാണ് കടയ്ക്കൽ ഒക്കെ വന്നപ്പോൾ വർഷങ്ങളായി. പക്ഷേ നമുക്ക് മാത്രം ഇത് എന്താണെന്നുള്ളത് ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യമാണ്. നമ്മളെ വെളുന്നെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം ഈ ഇത്തിക്കര 6 നമ്മളെ ഈ പഞ്ചായത്തിലൂടെയാണ് പോകുന്നത്. ഓയൂരിൽ പ്രവർത്തിച്ചിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് ഭൂമി എടുത്ത സ്ഥലമാണ്. ഏകദേശം ഒരു 50 സെൻറ്റാണ് ഇവിടെ ഉള്ളത്. പ്രദേശവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലായിരുന്നു ഇവിടെ ഫയർ സ്റ്റേഷൻ്റെ നിർമ്മാണം തന്നെ ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് എങ്ങും എത്തിയില്ല. ആ പദ്ധതി ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് തേടാം. പ്രദേശവാസികളെല്ലാം നമ്മളോടൊപ്പം ചേരുന്നു. ഇപ്പോൾ 2008, 2009 ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ച് നമ്മുടെ എഴുവൾ നാരായണൻ അന്ന് ഇവിടുത്തെ MLA ആണ്. അപ്പോൾ വാർഡ് മെമ്പറായിട്ടിരുന്ന തങ്കപ്പണ്ണനാണ് ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതും അതിൻ്റെ കാര്യങ്ങൾ വന്ന് ഞങ്ങളുടെ പറയുകയും ഞങ്ങൾ പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുകയും ആ പങ്കെടുത്തതനുസരിച്ച് അവരവരാൾ കഴിയുന്ന സഹായങ്ങൾ, സാമ്പത്തിക ഏർപ്പാടുകൾ, അതായത് ഇവിടെ വസ്തു വാങ്ങണം എന്നുള്ള ഒരു നിലപാട് വരികയും അതനുസരിച്ച് 9 സെൻറ്റ് സ്ഥലം വാങ്ങാനുള്ളൊരു തയ്യാറെടുപ്പ് വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കാലാകാലങ്ങൾ കണ്ട് ഇങ്ങനെ നടന്ന് ഓരോരോ ജനപ്രതിനിധികളും വാർഡ് മെമ്പർമാരും വന്ന് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തല്ല, ഇപ്പോൾ റഷീദാശാൻ്റെ വീട്ടിലിപ്പോൾ അടിയന്തരമായിട്ട് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പഴയ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇവിടെ റഷീദാശാൻ്റെ വീട്ടിൻ്റെ അവിടെ ആയിരുന്നു. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടി അവിടെ ഉടനെ ഫയർ സ്റ്റേഷൻ ആരംഭിക്കും എന്നുള്ളൊരു തീരുമാനമൊക്കെ വന്നു. അത് കുറേ കാലങ്ങൾ കഴിഞ്ഞു, അതങ്ങ് ദ്രവിച്ചു പോയി. വീണ്ടും അതിനുശേഷം നമ്മളെ നിലവിലുള്ള പബ്ലിക് മാർക്കറ്റിൽ വരുന്നെന്നും പറഞ്ഞ് അതിൻ്റെ കുറേ പ്രാരംഭ നടപടികളും ഇന്ന് നിലവിൽ നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ വരികയും ഇന്നും ഇതൊക്കെ പേപ്പറിലും ഈ കാണുന്ന കാഴ്ചപ്പാടിലാണ് നടക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ഇതുവേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം വരുന്ന പത്രവാർത്തകളെന്ന് പറയുന്നത് ഉടനെ ശരിയാവുന്നുണ്ട്, ഇത്ര രൂപ അനുവദിച്ചിട്ടുണ്ട്, ഇത് ഫണ്ട് ശരിയാക്കുന്നു. ഇപ്പോൾ ഇതേ കൂടെ വഴി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനൊരു ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാവുമെന്നുള്ളത് ഈ ജന്മം ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. പ്രതീക്ഷ അങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം ഇനി എൻ്റെ മക്കളുടെ കാലത്തെങ്കിലും ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടാവുമോ എന്നുള്ളത് സംശയത്തിലാണ്. ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളം ഇതിൻ്റെ ആരംഭങ്ങൾ തന്നെ അങ്ങനെയാണ്. കാരണം ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കുണ്ടറയെന്ന് അല്ലേ പരവൂരുന്ന് ഈ ഭാഗങ്ങളിൽ കടയ്ക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ ഫയർഫോഴ്സ് വരുന്നത്. പക്ഷേ അതിനൊക്കെ ഇതിനെല്ലാത്തിനും ചുറ്റുവട്ടത്തിലുള്ളൊരു സ്ഥലമാണ് ഓയൂർ. അപ്പോൾ അതിനു വേണ്ടി അന്ന് എഴുകോൺ നാരായണൻ ഉൾപ്പെടെ
ഈ ആരംഭം കൊണ്ടുവരികയും അത് വീണ്ടും പേപ്പറിൽ കിടക്കുന്ന ഒരവസ്ഥയല്ലാതെ നമ്മളിടയ്ക്ക് വന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ആകാംക്ഷയോടുകൂടി നമ്മൾ ഈ വസ്തു മേടിക്കുന്നതിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും അത് ഒരു യാഥാർത്ഥ്യമായി മാറിയിട്ടില്ല. ഇന്ന് ഇവിടെ വേസ്റ്റ് തട്ടാനുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഫയർ സ്റ്റേഷൻ വരുവാണെങ്കിൽ സമീപത്തുള്ള മറ്റ് പഞ്ചായത്തുകൾക്കും ഗുണകരമല്ലേ? എല്ലാവർക്കും ഗുണകരമാണ്. കാരണം അടുത്ത ജില്ലകൾക്ക് വരെ, തിരുവനന്തപുരം ജില്ലകൾക്ക് വരെ ഇത് പ്രയോജനമാണ്. കാരണം ഈ പരവൂര് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഇത്തിക്കര കഴിഞ്ഞാലൊക്കെ, പിന്നെ പാരിപ്പള്ളി കഴിഞ്ഞാൽ, അതായത് ആയൂര് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊട്ടാരക്കര കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലുള്ള ഇത്രയും മേഖലകൾ ഏകദേശം ഒരു 2-3 ബ്ലോക്ക് അല്ലേ, 2-3 ബ്ലോക്ക് ഒക്കെ ഇത് ഉപയോഗപ്രദമാവും. പക്ഷേ നമുക്കിത് കേൾക്കാനേ കഴിയുന്നുള്ളൂ. അതെ, കേൾക്കാനേ കഴിയുന്നുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇടക്കാലങ്ങളിൽ വന്ന ഒരു പില്ലർ എന്തെന്ന് കുഴൽക്കിണറിൻ്റെ ഒരു പണി ആരംഭിച്ചു, അതും എവിടെയാണെന്നുള്ളത് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇതുതന്നെയാണ് അവസ്ഥ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫയർ സ്റ്റേഷൻ്റെ നിർമ്മാണം ആരംഭിക്കണം എന്നുള്ള വലിയ ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യം തന്നെ. പിന്നെ സന്ധ്യയായ പട്ടി, പാമ്പ്, ചേര, ഇങ്ങനെ ഭയങ്കരമായ ശല്യം. അമ്പലത്തിലും പള്ളിയിലും സ്കൂളിലും പോകുന്നവർക്ക് ബുദ്ധിമുട്ട്. ഇതെങ്ങനെയെങ്കിലും വരണമെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഈ വഴി നടക്കാൻ വയ്യ. മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ വരിയില്ല. കാടും ഇതിൻ്റെയും പിന്നെ ഓടയുടെ വെള്ളവും എല്ലാം കൂടെ വന്ന് നിവർത്തിയിട. ഞങ്ങളായിട്ട് ഫയർ സ്റ്റേഷൻ വരുന്ന ഇങ്ങനൊരു കിംവദന്തി കേൾക്കുന്നതല്ലാതെ ഇത് ഞങ്ങൾക്കെല്ലാം വേണ്ട സ്വപ്നമുണ്ട്. ഇത് വരും, ഇന്ന് വരും, നാളെ വരുമെന്ന് പല പ്രാവശ്യവും പറഞ്ഞാൽ അതാ വന്നു പോയി, ഇതാ വരുന്നതൊക്കെ ഫണ്ട് അനുവദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നാളിതുവരെ യാതൊരു പ്രവർത്തനവും നടന്നു കാണുന്നില്ല. ഇപ്പോൾ ഓയൂരും പരിസരത്തുമുള്ള കംപ്ലീറ്റ് വേസ്റ്റ് മൊത്തം എവിടെല്ലാം എന്ത് മാലിന്യങ്ങളും കൊണ്ട് ഇടുന്ന ഒരു വെള്ളത്തിശാലയുടെ കൂട്ടൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ. ആ ഒരു കാര്യം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്താണിത് മുടക്കം വരുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ തുടക്കകാലത്ത് ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റ് രാമേന്ദ്രൻ സാറും സെക്രട്ടറി വിജയൻ സാർ ഡോക്ടറുമായിരുന്നു. തുടർന്ന് ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് അന്ന് ഞങ്ങളൊരു 10,000-10,000 രൂപ ഞങ്ങൾ കളക്ഷൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ അഹോരാത്രം ഇതിന് വേണ്ടി പ്രയത്നിച്ചവരാ. പക്ഷേ എന്തോ നാളിതുവരെ ഇത് നടന്നു കാണുന്നില്ല. ആരുടെ കുഴപ്പമാണെന്ന് വെച്ചാൽ മന്ത്രിസഭകൾ മാറി മാറി വന്നു, MLA-മാർ മാറി മാറി വന്നു, MP-മാർ മാറി മാറി വന്നു, പലരും പല രീതിയിലുള്ള ഭരണങ്ങളും വന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ BJP-യുടെ മെമ്പറാണ് ഈ ഏരിയയുടെ പഞ്ചായത്ത് മെമ്പർ. മുൻപ് CPI-യുടെ ആയിരുന്നു, അതിന് മുമ്പ് CPM ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ആയിരുന്നു. പക്ഷേ നാളിതുവരെ യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഫയർ സ്റ്റേഷൻ വന്നാൽ എത്രത്തോളം ഗുണകരമായിരിക്കുന്നത്? അപ്പോൾ ഫയർ സ്റ്റേഷൻ വന്നാൽ അതുപോലെ ഒരു വലിയ ഗുണകരമായിട്ടുള്ള കാര്യം മറ്റൊന്നുമില്ല. കാരണം ഇവിടെ എന്തെങ്കിലും പിന്നെ വലിയ പെട്ടെന്നൊരു തീപിടുത്തോ അല്ലെങ്കിൽ ഈ വെളുന്നലുമാറ്റി കൂടെ ആളുകൾ ഇങ്ങനെ മുങ്ങിച്ചാവാറുണ്ട്. അപ്പോൾ സത്യത്തിൽ പിന്നെ ആ സമയത്തൊക്കെ ഇവിടെ ഫയർ സ്റ്റേഷൻ്റെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പല ആളുകളെ രക്ഷിക്കാവുന്ന സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലും ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല ഇവിടെ ഈ ഫയർ സ്റ്റേഷനിൽ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ആപൽഘട്ടം ഉണ്ടായാലും ഇവിടത്തേക്ക് ഫയർ സ്റ്റേഷനിലെ വണ്ടി വരുന്ന ഒന്നി കുണ്ട്ര, അല്ലെങ്കിൽ കടയ്ക്കൽ, അല്ലെങ്കിൽ പരവൂര്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഏകദേശം എല്ലാം ഒരു വരുവാ. ഈ അടുത്ത കാലത്ത് ഒരു വർഷത്തിന് മുമ്പ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ സ്റ്റോക്ക് ചെയ്യുന്നൊരു ഷെഡുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഒരു 10 ലക്ഷം രൂപയോളം ചിലവാക്കി നിർമ്മിച്ചതും അതിനകത്ത് നിറച്ച് കംപ്ലീറ്റ് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് കിടന്നതാണ്. അപ്പോൾ ഏതോ സാമൂഹ്യ വിരുദ്ധന്മാർ അതുകൊണ്ടൊന്ന് തീയിട്ട് മണിക്കൂറുകളോളം അത് നിന്ന് കത്തി ഏതാണ്ട് ഫയർ സ്റ്റേഷനിൽ വണ്ടിയൊക്കെ വന്നപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും കത്തിയൊക്കെ ഒതുങ്ങി. പിന്നെ ഒരു നാമമാത്രം വന്ന് അവരിങ്ങനെ ഓടിയൊക്കെ വന്നപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഒന്ന് കെടുത്തിയെന്ന് പറയാം. ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഫയർ സ്റ്റേഷൻ വരിക എന്നുള്ളത് ഞങ്ങളുടെ ചിരകാല സ്വപ്നമാണ്. ഇത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവും ഉണ്ടാവണം. നാട്ടുകാർ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എല്ലാവിധ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് പ്രസിഡൻ്റ് എന്നുള്ള ഞാൻ തരികയാണ്. കഴിഞ്ഞ കാളവയൽ വാർഡ് മെമ്പർ ശ്രീ തങ്കപ്പൻ അവരുടെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള പ്രവർത്തിച്ച് ഇതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും എല്ലാം മുൻപന്തി നൽകുന്നത് CPI-യുടെ മെമ്പറായിരുന്ന ശ്രീ തങ്കപ്പനാണ്. തങ്കപ്പൻ്റെ നേതൃത്വത്തിലാണ് ഈ കാളവയൽ വാർഡിൽ ഈ സ്ഥലം വാങ്ങുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി മുഴുവനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 5 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് വീണ്ടും വേറെ പാർട്ടിക്കാരാണ് ഇവിടെ ഭരണത്തിൽ വന്നത്. അവരാരും ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴും കാളവയൽ വാർഡിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ BJP-യുടെ പ്രതിനിധിയാണ്.
അപ്പോൾ അവർ ഇതിനകത്ത് കൂടുതൽ ശുഷ്കാന്തി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാര്യങ്ങൾ നടക്കാതിരിക്കാം. പഞ്ചായത്ത് ഭരണത്തിലൊക്കെ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരാണ്. അവരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടു കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷന് പറയാനുള്ളത്. ഞങ്ങൾ ആദ്യകാലം മുതലേ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതിന് തറ വാങ്ങിക്കുന്നതിന് 10,000 രൂപ അന്നത്തെ കാലത്ത് കൊടുക്കുക. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നും ഇന്നുവരെയും അവരാരും ഇപ്പോൾ കണ്ടവരുമില്ല കേട്ടവരുമില്ല. അവരിൽപ്പെട്ട ഒരുപാട് പേര് ഞങ്ങളുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ KP രാമചന്ദ്രൻ നായർ ഇന്ന് മൺമറഞ്ഞു പോയി. ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ഡോക്ടർ R വിജയൻ ഇന്ന് മൺമറഞ്ഞു പോയി. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെ അക്ഷീണ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ സമ്പത്ത് കണ്ടെത്തിയത്. അന്ന് ഞങ്ങൾ ഓരോരുത്തരും 25, 50, 100 രൂപ വീതം ഒരുമിച്ച് എടുത്ത് ഞങ്ങളൊരു 10,000 രൂപ ഈ മണ്ണ് വാങ്ങുന്നതിന് വേണ്ടി കൊടുത്തതാണ്. നാളെ ഇതുവരെയും ഇത് പൂർത്തീകരിക്കാത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം വേദനാജനകമായും വിഷമമാണ്. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഇത് നടക്കുമോ എന്ന് തന്നെ ഞങ്ങൾക്ക് ഭയമുണ്ട്. ഇത് ഓയൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് വേണ്ടി അവിടെ നിന്നും ഉള്ള വേസ്റ്റ് മാലിന്യങ്ങൾ മുഴുവനും കൊണ്ട് ഇവിടെ നിറച്ച് ഡംപ് ചെയ്തിരിക്കുകയാണ്. അതിട്ടാണ് ഈ വയൽ ഭാഗമായിരുന്നു. അത് നികത്തി റെഡിയായി ഇപ്പോൾ ഏകദേശം കരയോളം ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് 2 or 3 പ്രാവശ്യം ഗവൺമെൻറ് ഇതിന് ബഡ്ജറ്റിൽ പണം കണ്ടെത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കരടും കാര്യങ്ങളും ഒക്കെ ആയതാണ്. പക്ഷേ ഇത് നാളിതുവരെയും ഇത് എന്തുകൊണ്ടോ ഇതിവിടെ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വസ്തു വേറെ ഒന്നിനും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഈ വസ്തുവിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം ഫയർ സ്റ്റേഷൻ അല്ലാതെ വേറെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് ഈ വസ്തു പ്രമാണം ചെയ്ത് കൊടുത്തതിനകത്ത് ഒരു പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് പണിയാനും സ്പോർട്സ് പരിപാടി നടത്താനും ഒക്കെ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും നടക്കത്തില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള അതുതരത്തിലുള്ള മറുകൃതികൾ കാണിച്ചു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ ഉടനെ തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പല പ്രാവശ്യം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുന്നു. അദ്ദേഹം ഇവിടെ ഒരു ജനസേവന സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണിത് ഈ ഫയർ സ്റ്റേഷന് വേണ്ടി ഇവിടെ തന്നത്. അത് നാളിതുവരെയും കാരണം ഈ വെളുന്നള്ളൂർ ആറ്റിലെ ഒരുപാട് മരണങ്ങളുണ്ടായിട്ടുണ്ട്. ആ മരണങ്ങൾക്കൊക്കെ ഫയർ സ്റ്റേഷൻ്റെ സാമീപ്യം കിട്ടുമ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോകുന്നു. ആ മരണം സംഭവിച്ചതിന് ശേഷം മാത്രമേ ഫയർ സ്റ്റേഷൻ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓയൂർ നിവാസികൾക്ക് ഇനി കാത്തിരിക്കാൻ കഴിയില്ല. നിരവധി നിവേദനങ്ങൾ നൽകി വഞ്ചിതരാകാനും കഴിയില്ല. ഫയർ സ്റ്റേഷൻ എന്ന സ്വപ്നം എന്ന് പൂവണിയും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ചോദ്യം. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.